കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ പരിവേഷം ഉള്ള തറവാട് എന്ന് PR വർക്കിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് മറുഭാഗത്ത് കേരളത്തിലെ സുന്നി സമൂഹത്തെ മുശ്രിക്കുകളും കാഫറുകളുമാണെന്ന് പറഞ്ഞ ഇവിടെ കേരളത്തിലുടലെടുത്ത വിദഈ പ്രസ്ഥാനം, അവര് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവര് തമ്മിലടിച്ചുകൊണ്ട് പിളർന്നപ്പോൾ ആ കക്ഷികളെ യോജിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുക. എന്നിട്ട് അവര് കേരളത്തിലെ ഈ കക്ഷികൾ, ബിദഅത്തിന്റെ മുജാഹിദിന്റെ കക്ഷികൾ പരസ്പരം തല്ലിയ ആളുകൾ, രണ്ട് ചിഹ്ന ഭിന്നമായ ആളുകളെ നന്നായി പണിയെടുത്ത് കൂട്ടി യോജിപ്പിച്ച് ഒരു ഐക്യം അവരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ട് അത് ഈ തറവാട്ടുകാരാണ്, ഈ 1000 മഹലിന്റെ ഖാദിമാരായ ഈ തറവാട്ടുകാരാണെന്ന് മേനി പറഞ്ഞ് നടക്കുക. വളരെ ചുരുങ്ങിയ ശതമാനമായ കേരളത്തിലെ ബിദഅത്തുകാരായ വഹാബികളും മൗദൂദികളും അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് സുന്നി സമൂഹത്തിന്റെ നേതാക്കന്മാരുടെ കൂടെ ഇരുത്തിയിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇവരും വലിയ നേതാക്കന്മാരാണ്, വലിയ വലിയ മൗലാനമാരാണ് എന്നുള്ള ഒരു പരിവേഷം ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ പുസ്തക പ്രകാശനങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. അവരുടെ നേതാവ് ഒരു വലിയ മൗലവി മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞ KNMന്റെ അനിഷേധ്യനായ നേതാവ് മരണപ്പെട്ടപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും വലിയ തീരാ നഷ്ടമാണ് സംഭവിച്ചത് എന്ന് പ്രഖ്യാപിക്കുക. കരുവള്ളി മുഹമ്മദ് മൗലവി മരിച്ചപ്പോൾ അതിനുവേണ്ടി ആ മൗലവിയെ പുകഴ്ത്താനും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വിവരിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ അരപ്പേജ് ലേഖനം എഴുതി വിടുക. ഇതൊക്കെ നിരന്തരം ചെയ്തു വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. വഹാബികളുടെ നോമ്പ് തുറക്ക് പോവുക, അവരുടെ സമ്മേളനങ്ങൾക്ക് പോവുക, അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുക. ഏറ്റവും അവസാനം നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കേട്ടു, CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന CH മുസ്തഫ മൗലവിയുടെ അയാളെന്ന് പറഞ്ഞാൽ പച്ച കുഫിരിയത്ത് ദീനിന്റെ പേരിൽ വിളമ്പുന്ന സർവമത സത്യവാദം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന എല്ലാ മതക്കാരും ശരിയാണ്, എല്ലാ മതക്കാരും ഹക്കാണ്, എല്ലാവരും സ്വർഗാവകാശികളാണ് എന്നൊക്കെ വാദിക്കുന്ന, ദീനിന്റെ നിയമങ്ങൾ പച്ചയായി കാറ്റിൽ പറത്തുന്ന CH മുസ്തഫ മൗലവി എഴുതിയ ഖുർആന്റെ പേരിലുള്ള ഒരു പരിഭാഷയ്ക്ക് ഈ പറയുന്ന കേരളത്തിൽ ഏറ്റവും പോരിശിയാക്കപ്പെട്ടു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച തറവാട്ടിലുള്ള മറ്റൊരു തങ്ങൾ അതിന് അവതാരിക എഴുതി കൊടുക്കുക. നോക്കണം, ചുരുക്കി പറഞ്ഞാൽ ദീന് പൊളിക്കാനുള്ള എന്തെല്ലാം പണികളുണ്ടോ അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുക. അവരുടെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് അഹ്ലുസുന്നയുടെ പേരിൽ വഹാബി മൗലവിമാരെ ഒന്നുമില്ല, സാധാരണക്കാർ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അത്യാവശ്യം ദീനി ഈമാൻ ഉറച്ച ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം മൗലവിയെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയും, തലയിലുണ്ടാവില്ല, നെഞ്ഞത്ത് കൈകെട്ടും. അതേസമയത്ത് സുന്നി പേരിൽ നടന്നുകൊണ്ട് കുഫിരിയത്ത് വിളമ്പുന്ന, റമദാനിലെ നോമ്പ് പോലും ഷെയ്ഖ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മുറിയൂല എന്ന് വിശ്വസിക്കുന്ന, ഷെയ്ഖന്മാർക്ക് പ്രത്യേക ശരീഅത്താണെന്ന് പറയുന്ന കുഫിരിയത്തിന്റെ വാദങ്ങൾ ഉന്നയിക്കുന്ന ഈ കുരുവട്ടൂരികളെ അവരെയും ഈ പ്രത്യേകമായ പോരിശയാക്കപ്പെട്ടു എന്ന് അവതരിപ്പിച്ച തറവാട്ടുകാർ പരവതാനി വിരിച്ച് സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പോൾ ഞാൻ മുമ്പേ പറയാറുണ്ട്, കേരളത്തിൽ ദീന് പൊളിക്കുന്ന എല്ലാ കക്ഷികൾക്കും അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കക്ഷികൾ ഇവരാണെന്നുള്ളത്. അവർക്ക് താൽക്കാലികമായ ലാഭം എവിടെ കിട്ടുന്നോ ആ ലാഭം നോക്കിയിട്ട് ആ ലാഭത്തിന് വേണ്ടി ദീന് പൊളിഞ്ഞാലും കുഴപ്പമില്ല, ദീന് നശിച്ചാലും കുഴപ്പമില്ല, ശരീഅത്ത് എന്തായാലും കുഴപ്പമില്ല, എല്ലാ കാട്ടുകള്ളന്മാരെയും ബിദഅകളെയും കള്ളത്തൊരീക്കത്തുകാരായ ബിദഅത്തിന്റെ കക്ഷികളെയും ഈ ദീനീ പൊളിയന്മാരെ മുഴുവൻ ഊറ്റി താരാട്ട് പാടി കൊടുക്കുന്ന പരിപാടിയാണ് ഈ പാണക്കാട് എന്ന് പറയുന്ന ഈ കക്ഷികൾ ചെയ്തു കൊടുക്കുന്ന, പ്രത്യേക തറവാട്ടുകാർ ചെയ്തു കൊടുക്കുന്നത് എന്ന് ഇനി ആർക്കും സംശയം ആ വിഷയത്തിൽ വേണ്ട. അതുകൊണ്ട് ഇത്തരം PR വർക്ക് നടത്തുന്ന കക്ഷികളെയും ഇത്തരം ദീനീ പൊളിയന്മാരെ സ്വീകരിച്ച് അവരെ അവിടെ പ്രൊമോട്ട് ചെയ്യുകയും സാധാരണക്കാരുടെ ഇടയിൽ ഈ കള്ളത്തൊരീക്കത്തിലേക്ക് കൂടുതൽ ആളുകൾ പോയി പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഇത്തരം കക്ഷികളെ നന്നായി വിശ്വാസി സമൂഹം കരുതിയിരിക്കുക എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ.